ഒരു ശബത്തിൽ അവനൊരു പള്ളി ഉപദേശിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയല്ലേ? അവിടെ 18 വർഷമായി എന്താ രോഗം? രോഗാത്മാവ് ബാധിച്ചിട്ടു. എന്താ രോഗാത്മാവ്? അതാണ് രോഗം. ഹലോ, സ്കാനിങ്ങിൽ ഇത് കിട്ടത്തില്ല, ബ്ലഡ് റിസൾട്ട് ഇത് വരത്തില്ല. കാരണം ഇത് ഒരു സൈസ് ആത്മാവാ. ഒന്ന് സ്വത്രം പറയാം. അവന്റെ പേരാണ് രോഗാത്മാവ്. രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായോ ഒരു സ്ത്രീ. എനിക്കറിയാം, മുൻ വർഷങ്ങളിൽ ഈ സഹോദരി ട്രീറ്റ്മെന്റിന് പോയിരിക്കാം. പക്ഷെ ട്രീറ്റ്മെന്റിന് അവളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. കാരണം രോഗാത്മാവ് ബാധിച്ച ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പിശാച് വിചാരിച്ചാൽ സർജറി വരെ ചെയ്യിപ്പിക്കും. പക്ഷെ ആ രോഗത്തിന് വിടുതലുണ്ടാകത്തില്ല. എന്നാൽ അവക്കൊരു വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം? ഹല്ലേലൂയ. കാരണം ഇതൊരു രോഗമാണ്, ഇതൊരു ബന്ധനമാണ്. ഹല്ലേലൂയ. അവൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ. കാരണം കത്തി വീഴുന്നതിന് മുമ്പ്, സർജറിക്ക് ഡേറ്റ് ഇടുന്നതിന് മുമ്പ് വിശ്വാസമുണ്ടോ ഈ രോഗത്തെ ദൈവം സൗഖ്യമാക്കുമെന്ന്? അങ്ങനെ ഉള്ളവരാരെങ്കിലും ഈ ദൂത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മേലൊരു വിടുതൽ നടക്കാൻ പോകുകയാ. യേശു അവളെ കണ്ടു. വിടുതൽ നടന്നോ? യേശു അവളെ കണ്ടു. ഹലോ, വിടുതൽ നടന്നോ? ഇല്ല. കാരണം പള്ളിയിൽ പ്രധാനപ്പെട്ട ആളുകളല്ല ഫ്രണ്ടേലായിരിക്കുന്നത്. പക്ഷെ ഇവളെ ഏറ്റവും പുറകില. ആമേൻ. ഈ ഒതുക്കപ്പെട്ട കഴുത എപ്പോഴും പുറത്താ. ആമേ. ചില കഴുതകളുണ്ട്, ആരും അംഗീകരിക്കത്തില്ല, സീറ്റ് കൊടുക്കത്തില്ല. ചിലർക്ക് പള്ളിയിൽ മുഖ്യ സ്ഥാനമാ. ആമേൻ. പ്രാർത്ഥിക്കുന്നവളുണ്ടെങ്കിൽ അവളെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുക്കി വെക്കും, ഏതെങ്കിലും ഒരു സൈഡിലെ ഒതുക്കി വെക്കും. സ്തോത്രം. എന്നാൽ നിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. ആ ഒഴുകുന്ന കണ്ണുനീര് വീഴുന്നത് സ്വർഗീയമായ തുരുത്തിക്കകത്താണെങ്കിൽ നിന്റെ വിഷയത്തിന്റെ മറുപടി വെളിപ്പെടാൻ പോകുകയാണ്. ഒതുക്കിയവിടെ മുമ്പിൽ, പരിഹസിച്ചവിടെ മുമ്പിൽ, കളിയാക്കിയവിടെ മുമ്പിൽ യേശു അവളെ കണ്ടെന്ന്. ഹല്ലേലൂയ. നിന്നെ വിട്ടുകൊടുക്കാതെ വണ്ണം മറച്ചു വെച്ച ചില പൈശാചികന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാണ്. വിശ്വാസത്താൽ പള്ളിക്കകത്ത് കയറിയ ഒരു സഹോദരി യേശുവിന്റെ നാമത്തെ അവൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ശബത്തിൽ യേശു പള്ളിക്കകത്ത് ഇറങ്ങി. യേശു അവളെ കണ്ട് കൈ നീട്ടി അവളെ വിളിച്ചു. വിടുതൽ നടന്നോ? കൈ നീട്ടി അവളെ വിളിച്ചു. വിടുതൽ നടന്നോ? ഇല്ല. ഹല്ലേലൂയ. പുറകിൽ ഇരുന്നവളെ ഫ്രണ്ടേലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. കൈ നീട്ടി അവളെ എന്ത് ചെയ്തു? വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ആമേ. സൗഖ്യം നടന്നോ? സൗഖ്യം നടന്നില്ല. ഹല്ലേലൂയ. ആമേ. സ്തോത്രം. എന്താ നടക്കാത്തെ? ആമേ. ഇവിടെ വിടുതൽ ആരൊക്കെയോ തടസ്സമുണ്ട്. ഞാൻ പറയാം, തടസ്സപ്പെടുത്തുവാൻ ആളുകൾ ഒരുപാടുണ്ടാകും. ആമേ. ഇന്ന സ്ഥലത്ത് പോകരുത്, ഇന്ന യോഗത്തിന് പോകരുത്, ഇന്ന സഭയിൽ പോകരുത് എന്ന് പറഞ്ഞ് നിന്നെ വഴിമുടക്കുക സാത്താൻ പല വേഷവും ധരിച്ചു വരും. എന്നാൽ ഞാൻ പറയാ, ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്. നീ ഒത്തിരി കരഞ്ഞവളെങ്കിൽ, ഒത്തിരി തകർന്നവളെങ്കിൽ നിനക്ക് വേണ്ടി യേശു ഇറങ്ങിക്കഴിഞ്ഞു. ആമേ. ആ ശബത്തിൽ യേശു വന്നത് ആ കൂനിയായ സഹോദരിക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് പകൽ നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, എനിക്ക് വേണ്ടി എന്റെ അപ്പൻ ഇറങ്ങും, എന്റെ ഷൈന് വേണ്ടി എന്റെ അപ്പൻ ഇറങ്ങും, എന്റെ ഭർത്താവിന് വേണ്ടി എന്റെ അപ്പൻ ഇറങ്ങും, എന്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ അപ്പൻ ഇറങ്ങും. യേശു കൈ നീട്ടി അവനെ വിളിച്ചു. കൈ നീട്ടി അവളെ വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ്. സൗഖ്യം നടന്നില്ല. ആമേ. എല്ലാവരും കാണുക, ഏറ്റവും പുറകിലിരുന്നവർ ഫ്രണ്ടിലെത്തി. കണ്ടോ? ഹല്ലേലൂയ. പലരും വിടുതലിന് തടസ്സമാണെങ്കിൽ
പേര് പറഞ്ഞ് നിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ആമെ കണ്ണുകൾ കാണുക, നിന്റെ ഉച്ചിയിൽ കൈവച്ച് നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നിനക്ക് സൗഖ്യം തരുക എന്റെ ദൈവത്തിന് കഴിയും. ഉറപ്പുള്ളവർ കരം അടിച്ച് കർത്താവിന് സ്വതന്ത്രം ചെയ്തേ. ഇന്ന് പകൽ ഒരു വലിയ വിടുതൽ നടക്കുകയാ. ഇന്ന് പകൽ വലിയൊരു വിടുതൽ നടക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നൊരു വിടുതലാ. ഇസ്രായേലിൽ പോലും ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇസ്രായേൽ പോലും ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഭൂതം ബാധിച്ച ഒരു മകൾക്ക് വേണ്ടി ഒരു സഹോദരി യേശുവിന്റെ അടുക്കൽ വരുന്നു. മത്തായി 15:28 പറയുന്നു, ഇസ്രായേലിൽ പോലും ഇത്ര ഒരു വലിയ വിശ്വാസം. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. നിന്റെ വിഷയം ഏതുമായിക്കോട്ടെ, ഇന്ന് പകൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. വിടുതൽ നിന്റെ മേൽ നടക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളായി നിന്നെ കുരുക്കിയിട്ട ചില മണ്ഡലങ്ങൾ, വർഷങ്ങളായി നിന്നെ ഒതുക്കി വെച്ച ചില വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. ഉറപ്പുള്ളവർ കരമടിച്ച് കർത്താവിന് സ്വതന്ത്രം ചെയ്തേ. നിന്റെ തലമുറയ്ക്കെതിരെ അഴിച്ചുവിട്ട, നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെ അഴിച്ചുവിട്ട, നിന്റെ കുടുംബത്തിനെതിരെ അഴിച്ചുവിട്ട, നിന്റെ ഭർത്താവിനെതിരെ ചെയ്തു വെച്ച ചെയ്വനകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുകയാണ്. യേശുവിന്റെ നാമത്തിൽ പൊട്ടുകയാണ്. നിനക്കെതിരെ വന്ന വെല്ലുവിളികൾ, നിനക്കെതിരെ വന്ന അന്യായ നുവങ്ങൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ അഴിയുന്നു. യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത സഹോദരി, നിന്റെ കണ്ണുനീരിന്റെ മറുപടി ആമേ വെളിപ്പെടേണ്ട സമയമാണ്. ഹല്ലേലൂയ. നീ ഏത് രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് ഈ ദൂത് ശ്രവിക്കുന്നുവോ, കഴിഞ്ഞ വർഷങ്ങളെ കണ്ണുനീരൊഴുകി കരഞ്ഞ് ഒറ്റപ്പെട്ട ഒരു കഴുതയെ പോലെ കെട്ടിനകത്ത് കിടന്ന നിന്റെ കെട്ടിനെ അഴിച്ച് ഇന്ന് പകൽ മാന്യതയോടെ ദേശത്ത് ഉയർത്തി, തല ഉയർത്തി നിൽക്കുവാൻ, നഷ്ടപ്പെട്ട കുടുംബജീവിതത്തെ മടക്കി തന്ന് ദേശത്ത് മാനിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാ.